ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 8-ാം അധ്യായം നരസിംഹ അവതാര സന്ദർഭത്തെ പറയുകയാണ്. ശ്രീനാരദ ഉവാച അഥ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർ നിരവധ്യത്വാന്നൈവ ഗുരു അനുശിക്ഷിതം. പ്രഹ്ലാദന്റെ ഉപദേശം ശുദ്ധബുദ്ധികളായിട്ടുള്ള അസുരബാലന്മാർക്ക് അത് വേണ്ടതുപോലെ ബോധ്യപ്പെടുകയും അസുര ഗുരുക്കന്മാരുടെ ഉപദേശത്തെ തിരസ്കരിച്ചുകൊണ്ട് അവരെല്ലാവരും ആ പ്രഹ്ലാദനോടൊപ്പം തന്നെ ഹരിഭജനം ആരംഭിച്ചു. മറ്റ് അസുരബാലന്മാരും നാമഘോഷം ചെയ്യുന്നത് കേട്ട് ഗുരുക്കന്മാരൊക്കെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. പ്രഹ്ലാദൻ കാരണമായിട്ടാണ് മറ്റു കുട്ടികളും ഇപ്പോൾ വിഷ്ണു ഭജനം ആരംഭിച്ചത് എന്നവർക്ക് ബോധ്യമായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് ആലോചിച്ചതോടുകൂടി ഈ അസുരഗുരുക്കന്മാർ ഭയസംഭ്രാന്തരായിത്തീർന്നു. വേഗം തന്നെ അവർ ഹിരണ്യകശിപുവിനെ വിവരം അറിയിക്കുകയാണ്. ആ ഒരു വാർത്ത കേട്ട് ഹിരണ്യകശിപു കോപാക്രാന്തനായിത്തീർന്നു. പ്രഹ്ലാദന്റെ കഥ കഴിക്കാൻ ഇനി ഒട്ടും താമസിക്കരുത് എന്ന് നിശ്ചയിച്ച് ആ പ്രഹ്ലാദന്റെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. അച്ഛനെ കാണുന്നതും പ്രഹ്ലാദൻ വിനയപൂർവം നമസ്കരിച്ച് പ്രശാന്തനായിട്ട് അങ്ങനെ നിൽക്കുന്നു. എന്നാൽ ഹിരണ്യകശിപു വെറുക്കുകയാണ് പ്രഹ്ലാദനെ. സർപ്പ പദാഹതൈവ ശ്വസൻ പ്രകൃതിദാരുണ ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ. ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് ആ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, കുലദ്രോഹിയാണ് നീ. എൻ്റെ വാക്കുകളെ നിരസിച്ചുകൊണ്ട് ജീവിക്കുന്ന നിന്നെ ഞാൻ തന്നെ കൊല്ലാൻ പോവുകയാണ്. എന്ത് ബലം കണ്ടിട്ടാണ്, ആരുടെ പിൻബലം കൊണ്ടാണ് നീ ഈ അതിക്രമങ്ങളെല്ലാം കാണിക്കുന്നത്? വളരെയധികം കോപത്തോടുകൂടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ അസുരചക്രവർത്തിയുടെ ഹിരണ്യകശിപുവിൻ്റെ ക്രോധത്തെ പ്രഹ്ലാദൻ ഒട്ടും തന്നെ ഭയപ്പെട്ടില്ല. അപ്പോഴും അജ്ഞാനിയായിട്ടുള്ള തൻ്റെ പിതാവിനോട് അനുകമ്പ മാത്രമാണ് ആ പ്രഹ്ലാദന് ഉണ്ടായിട്ടുള്ളത്. പ്രഹ്ലാദൻ പറയുകയാണ് ഹിരണ്യകശിപുവിനോട്, ന കേവലം മേ ഭവതശ്ച രാജൻ സവൈ ബലം ബലിനാം ചാപരേഷാം. ബ്രഹ്മാവ് മുതൽ സകല ചരാചരങ്ങളുടെയും ബലം, പിൻബലം, സകല ചരാചരങ്ങളെയും സ്വാധീനത്തിൽ വച്ചിരിക്കുന്ന ഒന്നുണ്ട്. സർവനിയന്താവും കാലസ്വരൂപനുമായ ആ മഹാപ്രഭുവിൻ്റെ സ്ഥൂലരൂപമാണ് ഈ പ്രപഞ്ചം. ഭഗവാൻ തൻ്റെ സങ്കല്പം കൊണ്ട് ഈ ജഗത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഓജസ്, ബലം, ഇതെല്ലാം തന്നെ അവിടുന്നാണ്. എനിക്ക് മാത്രമല്ല അങ്ങേക്കും സകല പ്രാണികൾക്കും ആ ഭഗവാൻ തന്നെയാണ് പിൻബലമായിട്ടുള്ളത്. ആ ഭഗവാൻ ആർക്കും ശത്രുവല്ല, എല്ലാവർക്കും ബന്ധുവാണ്. അങ്ങ് ആ ഭഗവാനിൽ ആരോപിക്കുന്നതായ അങ്ങയുടെ അസുര സ്വഭാവത്തെ ഉപേക്ഷിക്കൂ. ബന്ധു, ശത്രു എന്നൊക്കെയുള്ള ആ വിഷമഭാവനയെ നീക്കി സർവത്ര സമഭാവനയെ പുലർത്തുക. അങ്ങയ്ക്ക് ഒരേയൊരു ശത്രുവേയുള്ളൂ, അത് അങ്ങയുടെ മനസ്സാണ്. ഇന്ദ്രിയജയം ഇല്ലാത്തതിനാൽ മനസ്സ് അങ്ങയെ വഴിതെറ്റിക്കുകയാണ്. അങ്ങയെപ്പോലെ ഉള്ളവർ
ലോകം മുഴുവനും കീഴടക്കിയാലും ജയിച്ചാലും ആദ്യം ജയിക്കേണ്ടതായ കാമക്രോധാദി ശത്രുക്കളെ ജയിക്കുന്നില്ല. ഈ കാമക്രോധാദികൾ ഒരുവന്റെ അകത്തിരുന്നുകൊണ്ട് വാസ്തവികമായിട്ടുള്ള യഥാർത്ഥമായ ധനം, അങ്ങനെ യഥാർത്ഥ ധനമായിട്ടുള്ള ശാന്തിയെ അപഹരിക്കുന്നത് അറിയുന്നില്ല. ഒരുവൻ മനസ്സിനെ സമനിലയിൽ നിർത്തുന്നത് തന്നെയാണ് ഉത്കൃഷ്ടമായിട്ടുള്ള പരമേശ്വര പൂജ. ഈ സമഭാവനയെ സമ്പാദിച്ച സാധുക്കൾ മാത്രമാണ് ശത്രുക്കളില്ലാത്ത വീരന്മാർ. ഇങ്ങനെ തൻ്റെ പുത്രൻ്റെ ആ ഉപദേശങ്ങളെ കേൾക്കുവാനോ അതിനെ സഹിക്കുവാനോ ഹിരണ്യകശിപുവിന് കഴിഞ്ഞില്ല. വർദ്ധിച്ചതായ കോപത്തോടു കൂടിയിട്ട് ഹിരണ്യകശിപു പറയുകയാണ്, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വിഗദ്ധസേ മുമൂർഷൂണാം ഹി മന്ദാത്മൻ അനുസുർ വിപ്ലവാഗിര. നീ സ്വയം മരിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്ര ധികാരത്തോടുകൂടി എന്നെ ഉപദേശിക്കാൻ പുറപ്പെടുകയില്ല. മൂന്ന് ലോകങ്ങളിലുമുള്ള എല്ലാവരും പറയുന്നത് ഞാനല്ലാതെ മറ്റൊരു ഈശ്വരനില്ല എന്നാണ്. നീ പറയുന്നു മറ്റൊരു ഈശ്വരനുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അതെവിടെയാണ്? പ്രഹ്ലാദൻ പറഞ്ഞു, ജഗതീശ്വരൻ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എന്നാൽ എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ ഉള്ള ഈ തൂണിൽ കാണുന്നില്ല? പ്രഹ്ലാദൻ പറഞ്ഞു, തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, ഞാൻ സ്പഷ്ടമായി കാണുന്നു. അപ്പോൾ ഹിരണ്യകശിപു സംശയിക്കുകയാണ്, ഞാൻ കാണാത്തതിനെ നീ കാണുന്നു എന്നാണിപ്പോൾ പറയുന്നത്. നിന്റെ മുന്നിലുള്ള ഈ തൂണിൽ നിന്റെ രക്ഷകനെ കാണാത്ത പക്ഷം എല്ലാറ്റിനും വിപരീതം പറയുന്ന നിന്റെ ശിരസ് ഞാൻ മുറിച്ചു മാറ്റും. നിന്റെ ഇഷ്ടദൈവമായ ആ ഹരി നിന്നെ രക്ഷിക്കുന്നതൊന്ന് കാണട്ടെ. ഇങ്ങനെ പ്രഹ്ലാദന്റെ നേരെ കുത്തുവാക്കുകളെ പറഞ്ഞുകൊണ്ട് സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ഹിരണ്യകശിപു മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് അതിശക്തമായിട്ട് ആ തൂണിൽ താടനം ചെയ്യുകയും ഹിരണ്യകശിപു തൂണിൽ താടിച്ച അതേ ക്ഷണത്തിൽ അണ്ഡകടാഹം തകർന്നു പോകുന്ന രീതിയിൽ അതിഭീഷണമായിട്ടൊരു പ്രചണ്ഡധ്വനി അവിടെ മുഴങ്ങുകയാണ്. സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവ് പോലും ഭയകമ്പിതനായിത്തീർന്നു. ലോകനാശം അടുത്തുവോ എന്ന് സംശയിച്ചു. ആ അലർച്ച കേട്ട് അസുരന്മാരെല്ലാം ഞെട്ടിത്തരിച്ചുപോയി. എന്നാൽ ധീരനായിട്ടുള്ള ഹിരണ്യകശിപു ഭയപ്പെട്ടില്ല. ആ ശബ്ദം എവിടെ നിന്നാണ് എന്ന് ആരാഞ്ഞു, പക്ഷെ അറിയാൻ കഴിഞ്ഞില്ല. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ജഭൂതേഷഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ശ്രീഹരയേ നമ. താൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന തൻ്റെ പ്രിയഭക്തന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി തൻ്റെ ഭക്തന്മാരായ സനകാദികൾ ആ ജയവിജയന്മാരാകുന്ന പാർഷദന്മാർക്ക് നൽകിയ ശാപമോക്ഷത്തെ സത്യമാക്കാൻ വേണ്ടി പ്രഹ്ലാദൻ അവധ്യനാണ് എന്ന് സ്വഭക്തനായ ശ്രീനാരദൻ ഇന്ദ്രനോട് പറഞ്ഞ വാക്ക് പാലിക്കുവാനും
തൻ്റെ തന്നെ ഭക്തനായ ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് കൊടുത്ത ആ വരം അത് സഫലമാക്കുവാനും നമ്മെ ഭക്ത പ്രണശ്യതി എന്ന വാക്കിനെ അക്ഷരം പ്രതി നിറവേറ്റുവാനുമായിട്ടാണ് ഭഗവാൻ മൃഗവും മനുഷ്യനുമല്ലാത്ത രീതിയിൽ അത്യദ്ഭുതമായ നരസിംഹരൂപത്തിൽ ആ തൂണിൽ നിന്നും പുറപ്പെടുകയാണ്. സഭാവാസികളൊക്കെ ആ രൂപം കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. ഹിരണ്യകശിപു ആവട്ടെ ആ രൂപത്തെ കണ്ടിട്ട് വിസ്മയിക്കുകയാണ്. മൃഗവും മനുഷ്യനുമല്ലാത്ത ഒരു രൂപം. ശാപം കൊണ്ട് അസുരനായി ജനിക്കേണ്ടി വന്ന തൻ്റെ ആ പാർഷദൻ തന്നെയാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്ന ഹിരണ്യകശിപു. ഭഗവാൻ ഭക്തവത്സലനാണ്. ആ അത്യദ്ഭുത രൂപത്തെ തൻ്റെ ഭക്തന്റെ മുന്നിൽ, ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ്. കരാളദംഷം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുടീമുഖോദ്ബണം സ്തബ്ധോർധ്വകർണം ഗിരികന്ദരാദ്ഭുതവ്യാത്താസ്യനാസം ഹനുഭേദഭീഷണം ദിവിസ്പൃശൽക്കായമദീർഘപീവരഗ്രീവോരു വക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശു ഗൗരൈച്ഛുരിതം തനൂരുഹൈ വിശ്വഭുജാനീകശതം നഖായുധം. ചുട്ടുപഴുപ്പിച്ച സ്വർണ്ണക്കട്ടകൾ പോലെ ജ്വലിക്കുന്ന ഉഗ്രനേത്രങ്ങൾ, അതിപ്രകാശമുള്ള സടാരോമങ്ങളെ കൊണ്ട് ജൃംഭിച്ചതായിട്ടുള്ള മുഖം, ഉഗ്രങ്ങളായ ദംഷ്ട്രങ്ങൾ, കരവാളം പോലെ ചലിക്കുന്ന ചുരകന്റെ കത്തി പോലെ തീക്ഷ്ണമായ നാവ്, ആ മുഖത്തെ വീണ്ടും ഭീതിതമാക്കി തീർക്കുന്ന വളഞ്ഞ പുരികങ്ങൾ, സ്തബ്ധങ്ങളും ഉച്ചിതങ്ങളുമായിട്ടുള്ള ചെവികൾ, പർവ്വത ഗുഹ പോലെയുള്ള നാസാദ്വാരങ്ങൾ, കാതുകൾ വരെ വ്യാപിച്ചതായ അതിഭയങ്കര കോർവായികൾ, ആകാശമുട്ട ഉയർന്ന ശരീരം, കുറുകിത്തടിച്ച കഴുത്ത്, വിസ്താരമായ മാറിടം, ഇടുങ്ങിയ മധ്യഭാഗം, ചന്ദ്രിക പോലെ വെളുത്ത രോമങ്ങൾ, നീണ്ടുകൂർത്ത നഖങ്ങളോടുകൂടിയ അസംഖ്യം കൈകൾ എന്നിങ്ങനെ ഭയാനകമായ നരസിംഹ രൂപത്തെ കണ്ട് അസുരന്മാരൊക്കെ ഭയപ്പെടുന്നു. ഹിരണ്യകശിപു നിർഭയനായിട്ടങ്ങനെ നിൽക്കുകയാണ്. ധീരനായിട്ടുള്ള അസുരൻ തൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു എന്നറിയുകയാണ്. ഒട്ടും തന്നെ പരിഭ്രമിച്ചില്ല. തൻ്റെ കയ്യിലുള്ള ഗദ മുറുകെ പിടിച്ചുകൊണ്ട് ശത്രുവിൻ്റെ നേർക്ക് കുതിച്ച് ചെന്ന് ബലമായി പ്രഹരിക്കുകയാണ്. നരസിംഹമൂർത്തിയാവട്ടെ ഹിരണ്യകശിപുവിനെ പിടിച്ചു. ഹിരണ്യകശിപു ഭഗവാന്റെ പിടിയിൽ നിന്ന് കുതറി പുറത്തു ചാടി. പിന്നീട് ആ യുദ്ധക്രീഡ ചെയ്യുവാൻ ഭഗവാൻ അനുവദിച്ചു എന്നതുപോലെ കുറേ സമയം ആ യുദ്ധക്രീഡ അങ്ങനെ തുടർന്നു. ഭഗവാനും ഹിരണ്യകശിപുവും തമ്മിൽ. ആകാശത്തിൽ മേഘങ്ങൾക്ക് മറഞ്ഞു നിന്ന് കാണുന്ന ദേവന്മാരൊക്കെ ഭയക്കുകയാണ്. അസുരനാവട്ടെ പരിച കൊണ്ട് ശരീരത്തെ മറച്ച് നരസിംഹമൂർത്തിയെ വെട്ടാനായി വാടുയർത്തിപ്പിടിച്ച് പരുന്തിൻ്റെ വേഗത്തിൽ ചുറ്റി വന്നു. അങ്ങനെ സന്ധ്യാസമയം വരെ ഭഗവാൻ ഹിരണ്യകശിപുവുമായിട്ട് യുദ്ധക്രീഡയെ ചെയ്തു. സന്ധ്യാസമയമായപ്പോൾ ആ നരസിംഹമൂർത്തി അതിഭയാനകമായിട്ട് അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തുടർന്ന് ആ ഹിരണ്യകശിപുവിനെ അങ്ങനെ മുറുകെ പിടിക്കുകയാണ്. സംരംഭ ദുഷ്പ്രേക്ഷ്യ കരാളലോചനോ വ്യാത്താനനാന്തം വിലിഹൻ സ്വജിഹ്വയ
അശുക്ലവാക്താരുണകേസരാനനോ യഥാന്ത്രമാലീദ്യുപഹത്യാഹരി. സന്ധ്യാസമയം ആയപ്പോഴാണ് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കടന്നു പിടിച്ചു. ഒരു പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട എലിയെ പോലെ. ഹിരണ്യകശിപു രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ബ്രഹ്മാവ് കൊടുത്ത വരങ്ങൾക്കൊന്നിനും തന്നെ വിരോധം വരാത്ത രീതിയിൽ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയം കൊട്ടാരത്തിനകത്തോ പുറത്തോ അല്ല, ഉമ്മറപ്പടിയിൽ വെച്ച് ഭൂമിയിലും ആകാശത്തിലുമല്ലാത്ത തൻ്റെ മടിയിൽ കിടത്തി ആയുധങ്ങളൊന്നും കൂടാതെ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ തൻ്റെ നഖങ്ങളാൽ വീരനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ആ മാറിടത്തെ പിളർന്ന് ആ കുടൽമാല വാരിയെടുത്ത് തൻ്റെ മാറിടത്തിൽ അണിഞ്ഞു. ക്രോധം അഭിനയിച്ച ഭഗവാൻ, ആ ഭഗവാന്റെ നേത്രങ്ങൾ ശത്രുക്കൾക്ക് നോക്കാൻ കഴിയാത്ത വിധം ഉഗ്രങ്ങളാണ്. അഗ്നി തുല്യമായ നാവ്, ഗുഹ പോലെയുള്ള വായയുടെ രണ്ടരത്തേക്കും ചലിച്ചുകൊണ്ടിരുന്നു. പിരടി രോമങ്ങളും തിരുമുഖവും ആ അസുരന്റെ രക്തം തെറിച്ച് രക്തം പതിഞ്ഞ് അരുണവർണ്ണമായിട്ടങ്ങനെ പ്രകാശിക്കുന്നു. ആ മൃതശരീരം വലിച്ചെറിഞ്ഞു ഭഗവാൻ. കണ്ണിൽ കണ്ട അസുരന്മാരെയെല്ലാം ചീന്തിക്കീറി. അതിനുശേഷം ആ ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിൽ അങ്ങനെ ഇരുന്നു ആ നരസിംഹമൂർത്തി. ഇനി ആരെയെങ്കിലും വധിക്കുവാനായിട്ട് അവശേഷിക്കുന്നുണ്ടോ എന്നിങ്ങനെ രൗദ്രഭാവത്തിൽ നാലു ഭാഗത്തും നോക്കി. ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി ആ ഭഗവാൻ കോപം നടിച്ചു. ആ ആവശ്യം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഭഗവാനെ ശാന്തനായി കാണുവാൻ ദേവന്മാർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പ്രചണ്ഡ വക്രനായ ഉഗ്രതേജസ്വിയായിട്ടുള്ള നരസിംഹമൂർത്തിയെ സമീപിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവ സ്ത്രീകൾ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാന്റെ കോപം അടങ്ങുന്നില്ല എന്ന് കണ്ട് ആ ബ്രഹ്മാദി ദേവന്മാർ അല്പം അകലെ നിന്നിട്ടാണ് എങ്കിലും ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വേറെ സ്തോത്രങ്ങൾ ചെയ്യുകയാണ്. ബ്രഹ്മോവാചാനദോസ്മ്യനന്തായ ദുരന്തശക്തയേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണൈഃ സ്വലീലയാ സന്തതഥോവ്യയാത്മനൈ. വിശുദ്ധകർമ്മനിരതനായി തൻ്റെ വിനോദത്തിനു വേണ്ടി സത്വാദി ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന അവിടുത്തെ നിർവികാരനായി അവിനാശിയായി വർത്തിക്കുന്ന അവിടുത്തെ നമസ്കരിക്കുന്നു. ശ്രീരുദ്രൻ സ്തുതിക്കുകയാണ്. കൽപ്പാന്തകാലത്ത് ആവിഷ്കരിക്കേണ്ടതായ തീവ്രകോപം ഈ സമയത്തെ സ്വീകരിച്ചത് ഭക്തനായ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അസുരനിത നിഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി കോപം ത്യജിച്ചാലും ഭക്തനെ അനുഗ്രഹിച്ചാലും. ഇന്ദ്രൻ സ്തുതിച്ചു. പ്രത്യാനീതാ പരമഭവത. അല്ലയോ പരമപുരുഷ, ഞങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന അവിടുന്ന് ഇപ്പോൾ ആ ഹവിർഭാഗത്തെ വീണ്ടെടുത്തു. അസുരനാൽ ആക്രമിക്കപ്പെട്ട ഭഗവാന്റെ വാസസ്ഥാനമാകുന്ന ഞങ്ങളുടെ ആ മനോരൂപത്തിലുള്ള പത്മം, ഹൃദയകമലം വീണ്ടും വികസിപ്പിക്കപ്പെട്ടു. അല്ലയോ നരസിംഹമൂർത്തെ, കാലത്താൽ ഗ്രസ്തമായ ഈ സ്വർഗസുഖം
ഭഗവത് ഉപാസന ചെയ്യുന്നവർക്ക് നിസ്സാരമാണ്. അവർക്ക് മോക്ഷം പോലും അത്ര വലിയ ഒരു സംഗതിയല്ല. എന്നിരിക്കെ അന്യഭോഗസാധനങ്ങൾ അവർക്ക് ഒട്ടും തന്നെ പ്രാധാന്യമുള്ളതല്ല. മഹർഷിമാർ സ്തുതിക്കുന്നു, അല്ലയോ പുരാണ പുരുഷ, ശരണാഗത രക്ഷക, തന്നിൽ ലയിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ യാതൊരു തപസ്സുകൊണ്ട് സൃഷ്ടിച്ചുവോ? ശ്രേഷ്ഠമായ യാതൊരു തപസ്സിനെയാണോ ഞങ്ങൾക്ക് ഉപദേശിച്ചിട്ടുള്ളത്? ആ തപസ്സിനെ ഈ ഹിരണ്യകശിപുവിൻ്റെ ദുർഭരണം കൊണ്ട് അലങ്കോലപ്പെടുകയാണ് ഉണ്ടായത്. അതിനെ വീണ്ടെടുക്കാനായി, ഞങ്ങളെ രക്ഷിക്കാനായി ഈ നരസിംഹരൂപത്തിൽ അവതരിച്ച അവിടുത്തെ നമസ്കരിക്കുന്നു. പിതൃക്കൾ സ്തുതിക്കുകയാണ്. ശ്രാദ്ധാനി നോധിബുഭുജേ പ്രസഭം തനൂജൈ ദത്താനി തീർത്ഥസമയോ പപിബൽ തിലാംബു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രന്മാര് നൽകുന്നതായ ബലിപിണ്ഡാദികളെ ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത അസുരനാണ് ഹിരണ്യകശിപു. പുണ്യ സന്ദർഭങ്ങളിൽ, പുണ്യകാലങ്ങളിൽ, പുണ്യസങ്കേതങ്ങളിൽ വെച്ച് നൽകപ്പെടുന്ന തിലോദകം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതും ഹിരണ്യകശിപുവിനാണ് ചെന്നു ചേർന്നിരുന്നത്. ഭഗവാനെ അവിടുന്ന് കൂർത്തുമൂർത്ത ആ നഖാഗ്രങ്ങളെ കൊണ്ട് അവൻ്റെ ഹൃദയം പിളർന്ന് അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെയെല്ലാം വീണ്ടെടുത്തുന്നതായ ആ നരസിംഹമൂർത്തിയെ നമസ്കരിക്കുന്നു. തസ്മൈ അഖിലധർമ്മഗോത്രേ നൃഹരയേ നമ. സിദ്ധന്മാർ സ്തുതിക്കുന്നു. ദുർവൃത്തനായ ഹിരണ്യകശിപു യോഗബലം കൊണ്ടും തപോബലം കൊണ്ടും ഞങ്ങളുടെ യോഗസിദ്ധമായ ഗതിയെ, അണിമാതി അഷ്ടൈശ്വര്യങ്ങളെ അപഹരിച്ചു. ഭഗവാനെ അവിടുന്ന് അഹങ്കാരിയായ ആ ഹിരണ്യകശിപുവിനെ ഇവിടുത്തെ നഖങ്ങളെ കൊണ്ട് കീറിപ്പിളർന്നു. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയെ ഞങ്ങൾ അവിടുത്തെ പ്രണമിക്കുകയാണ്. വിദ്യാധരന്മാരുടെ സ്തുതി. ബലം കൊണ്ടും വീര്യം കൊണ്ടും ഗർഭിതനായിത്തീർന്ന മൂഢനായ ഹിരണ്യകശിപു ഞങ്ങൾ നേടിയെടുത്ത അന്തർധാനാദി വിദ്യയെല്ലാം നിരോധിച്ചിരിക്കുകയായിരുന്നു. ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചതായ മായാസ്വരൂപിയായ നരസിംഹമൂർത്തിയെ ഞങ്ങൾ പ്രണമിക്കുന്നു. നാഗ, ഊജു, നാഗദേവതകൾ സ്തുതിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, പാപിയായിട്ടുള്ള ഹിരണ്യകശിപു ഞങ്ങളുടെ ശിരോരത്നങ്ങളും ആ നാഗപത്നിമാരെയും എല്ലാം അപഹരിച്ചു. അവൻ്റെ മാറിടം പിളർന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെയധികം ആനന്ദത്തെ അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ നമസ്കരിക്കുന്നു. മനുക്കൾ സ്തുതിക്കുകയാണ്. മനവോവയം തവ നിർദ്ദേശകാരിണോ ദിദിജേന ദേവ പരിഭൂതസേതവ. അവിടുത്തെ നിർദ്ദേശങ്ങളെ നിറവേറ്റുന്ന മനുക്കളായ ഞങ്ങൾ ആ ഹിരണ്യകശിപുവിൻ്റെ ദുർഭരണം കൊണ്ട് ധർമ്മമര്യാദകളെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ഹിരണ്യകശിപു ഭഗവാനെ അവിടുത്തെ കൈകൊണ്ട് നിഗ്രഹിക്കപ്പെട്ടതോടുകൂടി ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളോട് കൽപ്പിച്ചാലും. പ്രജാപതികളുടെ സ്തുതി. ഭഗവാൻ തന്നെയാണ് ഞങ്ങളെ വാഴിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ഹിരണ്യകശിപുവിനെ ഭയന്ന് ഹിരണ്യകശിപു തടഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ ആ ഹിരണ്യകശിപു അവിടുത്തെ കൈകളെ കൊണ്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അല്ലയോ സത്വഗുണസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ ഈ അവതാരം ലോകക്ഷേമകരമാണ്. ജഗന്മംഗളം സത്വമൂർത്തേ അവതാര. ഗന്ധർവന്മാരുടെ സ്തുതി. അവിടുത്തെ നർത്തകന്മാരും
നർത്തനവേളയിലെ ഗായകന്മാരുമായിട്ടുള്ള ഞങ്ങൾ ആ ഹിരണ്യകശിപുവിൻ്റെ അടിമകളായിട്ടാണ് ഇതുവരെ ജീവിച്ചത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം നൽകിയത് അവിടുന്നാണ്. അവിടുത്തെ നമസ്കരിക്കുന്നു. ചാരണന്മാരുടെ സ്തുതി. ഭഗവാനെ സംസാര നിവർത്തകനായ അവിടുത്തെ ശരണാരവിന്ദത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. സജ്ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്ന അസുരൻ ഭഗവാന്റെ കൈകളെ കൊണ്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. യക്ഷന്മാരുടെ സ്തുതി. ഞങ്ങൾ അവിടുത്തെ സേവകന്മാരിൽ പ്രധാനികളാണ്. എന്നാൽ ഇതുവരെ ഹിരണ്യകശിപുവിൻ്റെ പല്ലക്ക് ചുമക്കുന്നവരായി തീർന്നിരുന്നു. ഇപ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് അവൻ കൊല്ലപ്പെട്ടുവല്ലോ. അവിടുത്തെ നമസ്കരിക്കുന്നു. കിംപുരുഷന്മാർ സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പന്മാരായിട്ടുള്ള കിംപുരുഷന്മാരാണ്. ഭഗവാനാവട്ടെ സർവേശ്വരനും പ്രഭാപൂർണനുമായിട്ടുള്ള പുരുഷോത്തമനാണ്. കുൽസിത പുരുഷനായിട്ടുള്ള ഇവൻ സജ്ജനങ്ങളാൽ വെറുക്കപ്പെട്ടതുകൊണ്ട് അതോടുകൂടി ഇവൻ സ്വയം നാശത്തെ വരുത്തിവെച്ചു. വൈതാളികന്മാർ സ്തുതിക്കുന്നു. സജ്ജനങ്ങൾ കൂടുന്നിടത്തും യജ്ഞശാലകളിലും ഭഗവാനെ അങ്ങയുടെ പാവനകീർത്തിയെ ഗാനം ചെയ്ത് വലിയ ബഹുമതിയെ നേടിയിട്ടുള്ളവരാണ് ഞങ്ങൾ. ഹിരണ്യകശിപുവാണ് അതിനെയെല്ലാം ഇല്ലാതാക്കിയത്. എന്നാൽ ഇപ്പോൾ അവൻ ഭഗവാനാൽ നശിപ്പിക്കപ്പെട്ടു. അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. കിന്നരന്മാരുടെ സ്തുതി. വയമീശ കിന്നരഗണാസ്തവാനുക. അവിടുത്തെ അനുചരന്മാരായിട്ടുള്ള കിന്നരഗണങ്ങളായിട്ടുള്ള ഞങ്ങൾ ഈ ദിപുത്രനായ ഹിരണ്യകശിപുവിനെ കൊണ്ട് കൂലി ഇല്ലാത്ത ജോലി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നു. ഭഗവാനെ അവിടുത്തെ കൈകൊണ്ട് ഇപ്പോൾ ഈ അസുരൻ നിഗ്രഹിക്കപ്പെട്ടു. ഭഗവാനെ നരസിംഹമൂർത്തെ അവിടുന്ന് ഞങ്ങളുടെ അഭ്യുദത്തനായിട്ട് ഭവിച്ചാലും. വിഷ്ണു പാർഷദന്മാർ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഭഗവാനെ സമസ്ത ലോകങ്ങൾക്കും മംഗളപ്രദമായി ആശ്ചര്യകരമായിരിക്കുന്ന അവിടുത്തെ ഈ നരസിംഹരൂപം, സിംഹമാനുഷ സമ്മിളിതമായിട്ടുള്ള രൂപം ഇപ്പോൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ അസുരൻ അവിടുത്തെ തന്നെ ഭൃത്യനാണ്. സനകാദികളുടെ ശാപം കൊണ്ട് അസുരനായിത്തീർന്ന പാർഷദനാണ്. തീർച്ചയായിട്ടും ഇവന് ഭഗവാൻ നൽകിയത് അനുഗ്രഹം തന്നെയാണ് എന്നെല്ലാം ദേവാദികൾ ചെയ്ത സ്തുതി അതുകൂടി വർണ്ണിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 8-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.